What's up, guys? It's me, Abel. Mommy's over here. ഓക്കെ. ഹലോ കൂട്ടുകാരെ, അപ്പം 2 ദിവസം വീക്കെൻഡ് ആയിരുന്നു, തിരക്കായിരുന്നു. കൊച്ചിൻ ഗ്ലപ്പ് ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ബിരിയാണി കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തു. അതിൽ ഞങ്ങളുടെ ടീം 8 ടീമായിരുന്നു പങ്കെടുത്തത്. അതിൽ ഞങ്ങളാണ് ഫസ്റ്റ് വന്നത്. അതിൽ ഫസ്റ്റ് വിന്നേഴ്സ് ഞങ്ങളായിരുന്നു കേട്ടോ. ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ വീണ്ടും നടക്കാനിറങ്ങി. ഇന്ന് വീണ്ടും ഞങ്ങൾ നടക്കാനിറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നതിനെ പറ്റിയുള്ളൊരു ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ ചെയ്യാൻ ഓർത്തായിരുന്നു. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ ഭക്ഷണം കഴിപ്പിക്കുന്നതിനും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഫോണ് കൊടുത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ഒരു രീതി ഒരിക്കലും നല്ലതല്ല. അപ്പം അത് എന്ത് ചെയ്യുമ്പോഴും ഫോൺ കൊടുത്ത് അത് കാണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിന് ഒരു ഓട്ടോമാറ്റിക്കലി ഓട്ടോ ആയിട്ട് മാറും. അത് അവരുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് ഈസിയായൊരു രീതിയല്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരുന്ന ഒരു പ്രായത്തിൽ ഫോണൊന്നും അത്ര പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം ഫോണിൻ്റെ അതിരൂക്ഷമായ ഫോണും കമ്പ്യൂട്ടറും എല്ലാം ഒരു ഭയങ്കര പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള കുട്ടികളിൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവർ സ്ക്രീൻ ടൈം കൂടുതലാണ്. എന്ത് കാര്യത്തിനും ഭക്ഷണം കൊടുക്കുമ്പോഴും ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കുമ്പോഴും കുളിപ്പിക്കാതിരിക്കുമ്പോഴും സർവ്വ കാര്യത്തിനും ഈസി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതെനിക്ക് അത്ര നല്ലതെന്ന് തോന്നുന്നില്ല. അത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് അതിശക്തമായി ബാധിക്കുന്നുണ്ട്. അവർ ഓട്ടോമാറ്റിക്കായ ഒരു ലോകത്താണ്, ഒരു പ്രത്യേകം വേറൊരു ലോകത്താണ്. ജസ്റ്റ് ആ കാണുന്ന ആ വിഷൻസ്, കമ്പ്യൂട്ടറിൽ കാണുന്ന ഒരു വിഷൻ വെച്ചാണ് അവരുടെ ആ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത്. അതേസമയം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഓർക്കുന്നില്ലേ, നമ്മൾ ശരിക്കും സ്കൂൾ കഴിഞ്ഞ് വന്നാൽ കളിക്കാൻ പോകുമായിരുന്നു. നമ്മുടെ കാലത്തെ പോലെ ആവണം എന്നല്ല, എങ്കിലും നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന ഉള്ള കാലത്തെ മനുഷ്യരുടെ ഒരു കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ളൊരു കഴിവ് ഇന്നത്തെ കാലത്തെ കുട്ടികളിലും